ഹായ്, വെൽക്കം ടു ടക്കർ സ്റ്റിച്ച്. ഞങ്ങളുടെ കഴിഞ്ഞ ഷോർട്സിൽ എങ്ങനെയാണ് ഇൻക്യുബേറ്ററിൽ കാടമുട്ടകൾ വിരിയിക്കാൻ വെച്ചിരുന്നെന്ന് കാണിച്ചിരുന്നു. അങ്ങനെ 17 ദിവസമായപ്പോൾ കാടമുട്ടകൾ വിരിയാൻ തുടങ്ങി. ഇപ്പോൾ ഓരോ എഗ്ഗ് ഇരിക്കുന്ന ഇൻഡിവിജ്വൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റി തൊട്ടടുത്ത താഴെയുള്ള ഫ്ലാറ്റ് സർഫസിലേക്ക് 17 ദിവസത്തിന് മുമ്പ് മാറ്റണമായിരുന്നു. അത് നമുക്കറിയില്ലായിരുന്നു. അതങ്ങനെ മാറ്റണ എന്താണെന്ന് വെച്ചാൽ, ഈ കാടമുട്ടകൾ വിരിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിൽ ചെന്നിട്ട് സ്റ്റക്കാകും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളൊന്നും കിട്ടിയില്ല, ചത്തുപോയി. പിന്നെ അങ്ങനെ 48 എഗ്സ് വെച്ചതിൽ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് 32 കാട കുഞ്ഞുങ്ങളെ കിട്ടി. ചിലതെല്ലാം ചത്തുപോയി, പിന്നെ ചിലതൊന്നും വിരിഞ്ഞില്ല. അങ്ങനെ 17 ദിവസം തുടങ്ങി 19 ദിവസം വരെ നമ്മളുടെ കാട മുട്ടകൾ വിരിയുന്നുണ്ടായിരുന്നു. മുട്ടകൾ വിരിയും തോറും കുഞ്ഞുങ്ങളുടെ ബോഡി ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത കൂട്ടിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.